കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ദൗത്യം വീണ്ടും നിർത്തിവെച്ചു. ഇനി ഡ്രഡ്ജർ എത്തിയതിന് ശേഷം തിരച്ചിൽ പുനരാരംഭിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. പുഴയിലെ മണ്ണ് നീക്കാതെ തിരച്ചിൽ നടത്തുന്നത് അതീവ ദുഷ്കരമാണെന്ന് ഈശ്വർ മാൽപെ അറിയിച്ചിരുന്നു. എം സന്തോഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സന്തോഷ്, സൂചിപ്പിച്ചതുപോലെ തന്നെ പുഴയിലെ കലക്ക് കാരണം ഈ രക്ഷാദൗത്യം ദുഷ്കരമാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഈശ്വർ മാൽപെ അടക്കം അറിയിച്ചിരുന്നത്. അതുപോലെ തന്നെ ഡ്രഡ്ജർ പരമാവധി തിങ്കളാഴ്ച തന്നെ എത്തിക്കുമെന്ന കാർവാർ എംഎൽഎയും കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇനി അതിനുശേഷമായിരിക്കും ഈ തിരച്ചിൽ ദൗത്യം പുനരാരംഭിക്കുക. ആര്യ, തീർച്ചയായും ഈ ഡ്രഡ്ജർ തിങ്കളാഴ്ച എത്തിക്കും എന്നുള്ള കാർവാർ എംഎൽഎയുടെ വാക്ക് ഇപ്പോൾ വെറും വാക്കായിരിക്കുകയാണ്. തിങ്കളാഴ്ച ഡ്രഡ്ജർ എത്താനുള്ള സാധ്യതയില്ല, ബുധനാഴ്ചയെങ്കിലും ആകും എന്നുള്ളതാണ് ഇപ്പോൾ കമ്പനി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുവരേക്കും ഈ തിരച്ചിൽ നിർത്തിവെക്കാനാണ് ഇപ്പോൾ കർണാടക സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് ഈ ഒരു തിരച്ചിലിൻ്റെ അലംഭാവത്തിൻ്റെ ആദ്യഘട്ടവും ഏകോപന പിഴവിൻ്റെ രണ്ടാം ഘട്ടവും കണ്ട ശിരൂർ ദൗത്യം വീണ്ടും ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളില്ല. നദിയിലെ ഗംഗാവാലിയിലെ ഒഴുക്ക് കാരണം ഈ ഒരു കലങ്ങിയ വെള്ളമാണ് കാരണമെങ്കിൽ അവിടെയുള്ള മരങ്ങളും മറ്റും മാറ്റുന്ന പ്രവൃത്തി തുടരാമെന്ന് ഈശ്വർ മാൽപെ അറിയിച്ചതാണ്. പക്ഷേ ജില്ലാ ഭരണകൂടം ഇനി ഡ്രഡ്ജർ എത്തിയതിനു ശേഷം മാത്രം തിരച്ചിൽ തുടങ്ങിയാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയത്. ഇപ്പോൾ അർജുൻ്റെ ബന്ധു ജിതിൻ, അതോടൊപ്പം തന്നെ ലോറി ഉടമ മനാഫ് നമ്മോടൊപ്പമുണ്ട്. എന്താണ് ഇപ്പോൾ ജിതിൻ അറിയിച്ചിരിക്കുന്നത്? ഇനി താൽക്കാലികമായി ഈ തിരച്ചിൽ അവസാനിപ്പിക്കുക എന്നാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. കലക്ടർ ഇന്നലെ അറിയിച്ച പ്രകാരം 4 ദിവസം കഴിഞ്ഞ് ഇനി പുനരാരംഭിക്കൂ എന്ന ഒരറിയിപ്പാണ് കിട്ടിയത്. തീർച്ചയായിട്ടും ആ മിഷൻ എവിടെ എത്തുക, മാധ്യമങ്ങളൊക്കെല്ലാം ആ കമ്പനിയുടെ MD ആയിട്ട് സംസാരിക്കുകയും അതിന് മേൽ കിട്ടിയ അറിവെന്ന് പ്രകാരം ഈ 22-ാം തീയതി മാത്രമേ ഈ മിഷൻ ഇവിടെ എത്തിച്ചേരുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അതിനുശേഷമുള്ളൊരു തെരച്ചിൽ മാത്രമായിരിക്കും സാധ്യമാകുക എന്നാണ് അറിയിച്ചത്. അതായത് ഈ ഒരു അലംഭാവത്തിൻ്റെ 1-ാം ഘട്ടം, ഏകോപന പിഴവിൻ്റെ 2-ാം ഘട്ടം, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു തിരച്ചിലിനെ ഇതുവരെ വിലയിരുത്തിയത്. അത് പെട്ടെന്ന് വീണ്ടും നിർത്തിയിരിക്കുകയാണ്. എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു പ്രതികരണം? മനസ്സാകെ തളർന്നുപോയി. അതായത് ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ കിട്ടി തുടങ്ങി. ഓരോരോ പാർട്സുകളായിക്കോട്ടെ, മറ്റുള്ള കാര്യങ്ങൾ ഞങ്ങൾ കൂടുതൽ അർജുൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഈ ഒരു തീരുമാനം. വെള്ളത്തിന് കലക്കുണ്ട്, അത് ഇന്നലെ ഉണ്ടായിരുന്നു. ആ കലക്കിൽ വെള്ളത്തിലാണ് നമുക്ക് ഇന്നലെ ഏറ്റവും കൂടുതൽ ശരിക്ക് വണ്ടീൻ്റെ ഭാഗങ്ങൾ കിട്ടിയത്. അതായത് അത് ടാങ്കർ ആയിക്കോട്ടെ, ഏതോ ലോറികളുടെ ഭാഗങ്ങളും മറ്റുള്ളതൊക്കെ കിട്ടിയത് ഇന്നലെ ആയിരുന്നു. ഇന്നലെയാണ് മരങ്ങളൊക്കെ കയറ്റാൻ തുടങ്ങിയത്. ആകെ ഒരു പോരായ്മ ഉണ്ടായിരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂബ ഡൈവേഴ്സ് കുറച്ച് കുറവുണ്ടായതുകൊണ്ട് കുറച്ച് വർക്ക് കുറവുണ്ടായിരുന്നു. ഈ ഡ്രഡ്ജർ വരുന്ന വരെ നമുക്ക് വേറെയും പല പണികളും അവിടെ ഉണ്ടായിരുന്നു. ഈ പണികളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് നിൽക്കുമ്പോഴാണ് പൊടുന്നനെ നിർത്തിവെച്ചെന്നുള്ള വിവരം ഞങ്ങളെ അറിയിച്ചിട്ടില്ല ഇത് നിർത്തിവെക്കും എന്നുള്ളത്. പക്ഷേ ഈ നിർത്തിവെച്ചെന്നുള്ളത് ഭയങ്കര വേദനാജനകമായ ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊരു ഭയമുണ്ട്, ഇത് ഇനി പുനരാരംഭിക്കുമോ എന്ന് പോലും ഭയമുണ്ട്. ഇത്രയും അടുത്ത് വരെ എത്തിയിട്ട് ഇത് കേരളം മൊത്തം വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മളൊന്നും വീട്ടിൽ വരെ പോവാതെ ഇത്രയും ത്യാഗങ്ങൾ അനുഭവിച്ചിട്ട് ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാതെ ഇത് നിർത്തണമെന്ന് പറയുമ്പോൾ അതിന് വളരെ ഇതുണ്ട്. അതേമാതിരി ഈ തീരുമാനത്തിൽ വളരെ ദുരൂഹതയുണ്ട്, അമർഷമുണ്ട്. ഏതായാലും ജിതിനും മനാഫും എല്ലാം പറഞ്ഞതുപോലെ ഈ ഒരു ദൗത്യം വളരെ പെട്ടെന്ന് വെച്ച് തന്നെ വലിയ കാരണങ്ങളൊന്നും പറയാനില്ലാതെയാണ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. ഈ മണ്ണിടിച്ചിലിൽ അർജുനെയും ഒപ്പം 3 പേരെയും കാണാതായിട്ട് ഇപ്പോൾ 1 മാസം പിന്നിടുകയാണ്. 1 മാസം പിന്നിടുമ്പോഴും അർജുനും ലോറിയും ഇപ്പോഴും കാണാമറയത്ത് തന്നെയാണുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് ഡ്രഡ്ജറിൻ്റെ കാരണം മാത്രം പറഞ്ഞുകൊണ്ട് ഈ ദൗത്യം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഈ ഡ്രഡ്ജർ എത്തുന്നതിന് മുൻപേ തന്നെ തീർക്കേണ്ടുന്ന പല ജോലികളുമുണ്ട്. അവിടെയുള്ള മണ്ണിനടിയിലെ മരം മാറ്റുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. പക്ഷേ അതൊന്നും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ള തീരുമാനമാണ് വളരെ പെട്ടെന്ന് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി കർണാടക സർക്കാർ എടുത്തത്. അത് ജില്ലാ ഭരണകൂടം ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്തു. ഈ തിരച്ചിൽ തുടരാൻ ഈശ്വർ മാൽപെ സന്നദ്ധത അറിയിച്ചിരുന്നെങ്കിലും അതിന് അനുമതി ജില്ലാ ഭരണകൂടം നൽകിയിട്ടില്ല. ആര്യ, തീർച്ചയായും എന്തായാലും ദൗത്യം നീണ്ടുപോകുന്നതിൻ്റെ ഒരു ആശങ്കയാണ് ലോറി ഉടമ മനാഫും അതുപോലെ തന്നെ അർജുൻ്റെ സഹോദരി ഭർത്താവും വ്യക്തമാക്കിയത്. എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.